ആസിഫിൻ്റെ വീഡിയോ എടുക്കണം ഗൈസ്. ആസിഫിൻ്റെ ചിരിക്കാലം നിങ്ങൾ കണ്ടിട്ടാണ്. ആസിഫിനെ ലോങ് റൈഡ് എടുക്കല്ലേ? ലോങ് റൈഡ് കുറച്ചെണ്ണം നിൽക്കും ഗൈസ്. അപ്പോൾ ലോങ് റൈഡ് എടുക്കാൻ നമുക്ക് നല്ല കോമഡി ലോങ് റൈഡ് ബംഗാളി റോസ് അങ്ങനെ ഉണ്ടായിരുന്നു. ബംഗൂറോട് ക്യാമറ റോളിംഗ് ആക്ഷൻ. അപ്പോൾ ഗൈസ് അപ്പോൾ ഞാനിന്നൊരു ലോങ് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൻ്റെ ആ മണി പിടിച്ച് ഒരു കടി കൊടുത്ത് ആളാക്കുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് എത്തും. പെട്ടെന്ന് എൻ്റെ വീഡിയോ കാണാം, പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, പെട്ടെന്ന് അപ്പോൾ ഗൈസ് ഇപ്പോൾ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇന്നൊരു ഇന്നൊരു റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വേറെ ആരുമല്ല, കേരളത്തിലുള്ള ഒരു കുട്ടീനെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. കാടുകൾ താണ്ടി, മലകൾ താണ്ടി, പാനിപൂരി കട താണ്ടി, ബേൽപൂരി മസാലേന്റെ ഇടയിൽ കൂടി ഉണ്ടായി വന്ന ആസാമിലുണ്ടായി പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ വേറെ രീതിയിലാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ അത്യാവശ്യം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആയിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമില്ല, എന്തിനാണ് അദ്ദേഹത്തെ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പല ചോദ്യങ്ങളും വരാം. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്, എനിക്ക് സൗകര്യമുള്ളതുകൊണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഫണ്ണി. അപ്പൊ വേറൊന്നുമില്ല, പുള്ളിക്കാരൻ എന്റെ വെറുതെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞു. അപ്പൊ എനിക്കും തിരിച്ച് ചൊറിയണം. മാന്തണം. കാര്യത്തിലോട്ട് വരാം. എന്തിനാണ് അദ്ദേഹം എന്നെ റിയാക്ട് ചെയ്തത്, അദ്ദേഹത്തിന്റെ വീഡിയോയിൽ എന്നെ കളിയാക്കിയിട്ടതെന്ന് നിങ്ങൾക്കൊരു ചോദ്യം വരാം. അവന് വേണ്ടത് റീച്ച്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവൻ ആരാണ്, ഇവൻ എവിടെയാണ്, ഇവൻ എന്താണ് വേണ്ടത്, ഇവൻ എന്താണ് എന്റെ വായിന് കേൾക്കാനുള്ളത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവും. ഗൈസ്, അപ്പൊ ഞാനിപ്പോ റാപ്പ് ചെയ്യുന്നതല്ല, ഞാനിപ്പോ റിയാക്ഷൻ ചെയ്തത്. സോറി ഗൈസ്, ശ്വാസം കിട്ടിയില്ല. ഓക്കെ, അപ്പൊ വേഗം നമുക്ക് അവൻ എന്നെ പറ്റി എന്താണ് പറയുന്നത് നമുക്ക് വേഗം നോക്കാം. മോനെ ഓ പറമത്തെ അത് കണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. അവൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് നോക്കാം. അവന്റെ കൈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കൈയല്ല നഖം. തീട്ടം. കുഴപ്പമില്ല, നിങ്ങൾ എന്റെ വീഡിയോ ആരെങ്കിലും കഴിച്ചോണ്ടെന്ന് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടോടെ ടാപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തു. ഇനിയിപ്പോ സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ടില്ലേ, എവിടെയെങ്കിലും ഒക്കെ കൈയിട്ട് ചൊറഞ്ഞെടുത്തിട്ട് അതെടുത്ത് ഇങ്ങനെ അടിച്ചപ്പോ മാസം മൂഞ്ചത്തവൻ. ഞാൻ ഇവന്റെ അക്കൗണ്ട് ഒന്ന് സന്ദർശിച്ചായിരുന്നു. അതിലൊരു വീഡിയോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒന്നല്ല, ഒരുപാട് വീഡിയോ. ഏതൊക്കെ കാട്ടിനിടെ ചെന്നിട്ട് എടാ മോനെ ഞാൻ എവിടെയാണെന്നറിയോ, എടാ മോനെ ഞാൻ എവിടെ അറിയോ, നീ എവിടെയാണെങ്കിലും നമുക്ക് എന്താ, നീ ഏതെങ്കിലും മൂലയിൽ പോന്നിട്ട് ഞാൻ എവിടെയാണെന്നറിയോ, നീ എവിടെ പറ. മോട്ടിപ്പുഴേ അതെന്തുവാ? കേരളത്തിലുള്ള സ്ഥലമാണോ? എനിക്കറിയത്തില്ല. മൂവാറ്റുപുഴയ്ക്കാണ് പറഞ്ഞത്. മാറ്റുപുഴയുടെ ബംഗാളി ആസാമിലുണ്ടായ പാനിപൂരി മൂവാറ്റുപുഴയിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് അവിടെ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ തലയ്ക്ക് 2 കൊട്ടു എടുത്തിട്ട് അവിടെ ചെവി കൂടി 3 തവണ തന്തയ്ക്ക് വിളിക്കണം. വേണം വിളിച്ചു 3 തവണ പറയണം മൂവാറ്റുപുഴയ്ക്ക് പറഞ്ഞ സാധനമാണ്. ഒന്നുകൂടി പറഞ്ഞാ മോട്ടിപ്പുഴ. എന്നിട്ട് അറിയോ? അല്ലടാ, പെരി അൽഫാം എന്തോ ഒരു സാധനം പറഞ്ഞു. എനിക്കൊന്ന് KSRTC ബസ് സ്റ്റാൻഡ് എന്നാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞത്. അവന്റെ KSRTC പാസ്തല്ലടാ, അൽഫാം പെരി. അവന്മാരെ പിടിച്ചെത്തിട്ടാ വെച്ചത്. ക്രിക്കറ്റിന്റെ സ്റ്റമ്പായത്. ഓക്കെ, പറ ഇറങ്ങി എന്നിട്ട് അവൻ നാണം കുണുങ്ങുന്നു. മറ്റവരാണെങ്കിൽ ചെവിനകത്ത് ഒരു അണ്ടിപ്പരിപ്പും വെച്ചിട്ട് നിൽക്കുന്നത്. സാദളം കയ്യിലുണ്ടോ? സാദളം അല്ലടാ, മാതളം വായിലുണ്ട്. നെക്സ്റ്റ് സ്ക്രോൾ. എടാ മോനെ ജയിച്ചു പോടാ മോനെ. എന്റെ കൺമുമ്പി ഒന്നുമല്ല ഈ എടാ മോനെ പറഞ്ഞോളൂ. നീ വേറെ എന്തെങ്കിലും പറപ്പോ. ഹേയ് ബ്രോ. യു മീൻ ഇന്ന മനസ്സിലായ കോമന്റൊക്കെ ഇനി മനസ്സിലായ കോമന്റിക്ക് അതപ്പോ ഏത് ഭാഷ? മലയാളമാണോ? ഞാൻ വിചാരിച്ചു ഹിന്ദിക്ക് ചന്തി മാത്രമേ അറിയൂന്ന്. തൊലിക്ക് നീ ഇഞ്ചിയിൽ കൈവച്ച്. അതെ, ഇഞ്ചിയിൽ കൈവച്ചിട്ട് നിന്റെ അണ്ണാക്കി തിരിയിട്ട് കൊക്കൊന്ന് പറഞ്ഞാക്കി തരും. മര്യാദക്ക് സംസാരിക്കണം മലയാളം പറയുന്നെങ്കിൽ. ദില്ലിച്ചിട്ട് തലയിലെ ചിമ്പുകുമ്പു. ആഞ്ജനേയ സ്വാമി തല ഹാങ്ങായി പോയി.
പോയി ചെല്ലേ. ഗുഡ് ബൈ. ലോസ് വന്ന ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്ലസ് ഇവിടെ ഡെൽറ്റയിൽ ജോയിൻ ചെയ്തു. പിന്നെ ബേസിക്സ് കഴിഞ്ഞു പോയി. ഞാനാണടാ പോയി ചെല്ലേ. ഗുഡ് ബൈ. ബാഹുബലിയിലെ വില്ലൻ പറയുന്നത് എന്താ? വേറൊരു കാര്യം ഇവന്മാരെ പറ്റി ശ്രദ്ധിച്ചെന്ന് പറയുമ്പോ ഇവന്മാരതാ. ഇതൊക്കെ പണ്ടിലെ വീഡിയോസാണ്. നിങ്ങൾ യോഗ ഉണ്ടായാലും യോഗ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. മറ്റുള്ളവന്മാരുമായിട്ട് തന്നെ അടി കൂടും. ഞാൻ കാണിച്ചു തരാം. മച്ചാനെ എന്നാ ചേട്ടാ പറഞ്ഞോ. ഇതാണ് കോളിഫ്ലവർ. ആസാമിലെ ആണ് കൃഷികൾ. എനിക്കറിയില്ല. ഏതേനാ കോളിഫ്ലവർ? എനിക്കറിയില്ല. ഇതാണ് പോണ ജംഗ്ലി റമ്മി. നീ എന്തൊക്കെയാണ് ഈ പറയണ പന്നി? ഇപ്പോഴും ഓണാണ് ഗൈസ്.